ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ചെറിയൊരു വ്ളോഗായിട്ടാണ് വന്നത്. വേറെ ഒന്നല്ല, എൻ്റെ നാടും വീടും ഒക്കെ കാണിക്കുന്ന ഒരു ചെറിയ വ്ളോഗ്. വർഷങ്ങളായി ഞാൻ എൻ്റെ സ്വന്തം വീട്ടിലേക്ക് പോയിട്ട്, അപ്പോൾ പോകുന്ന വഴിയും വീടും കാര്യങ്ങളൊക്കെ ഒന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വിചാരിച്ച്. പണ്ട് ഞാനിവിടെ കുറേ ബസ്സിൽ നിന്ന് എൻ്റെ ബസ് സ്റ്റോപ്പ് ഉണ്ടാവും സ്കൂൾ ബോർഡ് എടുത്തു. ഇതിലൂടെ ഒരു ദിവസം പോണേനു അല്ലേ, പക്ഷെ നമ്മളിപ്പോൾ തിരക്ക് പിടിച്ചിട്ടില്ലേ പോകുന്നു. ഈ റോഡിലൂടെ എനിക്കൊന്ന് പോകണമെന്നുണ്ടേനു. എനിക്കറിയില്ലേനു, പക്ഷെ ഇങ്ങനെയുള്ള യൂണിഫോം അല്ലേനു എനിക്ക്. ഇതെല്ലാം ഒരു കോട്ടുള്ള യൂണിഫോം അല്ലേ, കാരണം ഇപ്പം ഇങ്ങനത്തെ ആക്കിയെന്നൊന്നും എനിക്ക് അറിയുന്നില്ല. നമ്മൾ പഠിക്കുമ്പോൾ അങ്ങനെയില്ല, നമുക്ക് ഇഷ്ടമുള്ള ഇടാം. ചുരിദാർ വേണമെങ്കിൽ ചുരിദാർ ഇടാം, സ്കേർട്ട് വേണ്ടി. ഇതെല്ലാവർക്കും ഇപ്പം ഇങ്ങനെയാണെന്ന് തോന്നുന്നു, എല്ലാവരും അങ്ങനെയാണ്. ഇനി പ്ലസ് ടു ഞാനൊന്നും എനിക്ക് അറിയുന്നില്ലേ. അത് ഞാൻ പ്ലസ് ടു അല്ല പഠിച്ചത്. ഏച്ചൂര് ഈ വഴി വന്നിട്ട് കുറേ ആയി. ഇങ്ങനെല്ലാം ബോർഡ് വെച്ചിട്ടുണ്ടാ നമ്മൂട് ഏച്ചൂരിന്നെല്ലാം. ഇതാണ് ഭയങ്കര മമ്മീൻ്റെ അടുത്ത ബസ് സ്റ്റോപ്പ്. ഇങ്ങനെ ഭാഗത്ത് വന്നിട്ട് എത്ര കൊല്ലായി എന്നറിയാവോ? അതന്നെ എത്രയായി. മറ്റേ ഇവിടെ കല്യാണം കഴിഞ്ഞിട്ട്, മറ്റേ സാറേൻ്റെ കല്യാണം ഇല്ല, പിന്നെ നമ്മൾ സ്റ്റിച്ചിങ്ങിന് മുമ്പ് ഓളെ കല്യാണം കഴിഞ്ഞിട്ട് അന്ന് ഉച്ചയ്ക്ക് ശേഷം നമ്മൾ ചക്ക എടുക്കാൻ വന്ന, പിന്നെ വന്നില്ലല്ലോ. എന്നിട്ട് ഇപ്പൊ എത്ര കൊല്ലായി? 2017 എന്നാല്, എന്നാലും 5 കൊല്ലായി ഞാൻ തയ്ച്ചു. ഇവിടെ എൻ്റെ ഒരു ഫ്രണ്ടിന്റെ വീടുണ്ട്, എനിക്ക് കഴിഞ്ഞു പോയാ. ഒന്നും തിരിയുന്നില്ല ഇപ്പൊ. ഇവിടെ ഒരു ബസ് സ്റ്റോപ്പില്ലേ, മറ്റേ ഇതപ്പ ഒരു ബൈത്തിന്നൂർ എന്നിട്ട് പറഞ്ഞൊരു വീടുണ്ട് ഇവിടെ. ഈ വീട് തന്നെ, ഈ ബസ് സ്റ്റോപ്പിന് മുമ്പിലുള്ള എൻ്റെ ഫ്രണ്ടിന്റെ വീട്. ചക്കരക്കൽ, ഇതാണ് ചക്കരക്കൽ ടൗൺ. ഒരു കാലത്ത് എന്നും നമ്മളെ ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്ന, ഓണാവട്ടെ വിഷു ആവട്ടെ എന്നവരൊക്കെ വന്നിട്ട് എന്നും പർച്ചേസ് ചെയ്യുന്ന സ്ഥലം. കണ്ണൂരൊന്നും എനിക്ക് ആ ഒരു ടൈം അറിയുന്നുണ്ടായിരുന്നില്ല. വല്ലപ്പോഴും ഏതെങ്കിലും ആവശ്യത്തിന് ആരുടെയും കൂടെ പോകുന്നല്ലാണ്ട് നമ്മളെ സ്ഥിരം ഏരിയ ചക്കരക്കല്ലായിരുന്നു. പക്ഷേ ഇപ്പം ചക്കരക്കല്ലിൽ എനിക്ക് വളരെ പരിചിതമില്ലാത്തൊരു സ്ഥലം പോലെയായി മാറിയിട്ടുണ്ട്. കാരണം പണ്ട് കണ്ടതുപോലെയൊന്നുമല്ല, ഒട്ടാകെ മാറി. കുറേ ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ വന്ന്. ഞാനത് ഇതിലൂടെ പോകുമ്പോൾ നോക്കുന്നത്, പണ്ടൊക്കെ നമ്മൾ സ്ഥിരം ഡ്രസ്സ് വാങ്ങുന്ന ചില ഷോപ്പൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ എവിടെ എന്താണ് എന്നൊക്കെ ഉള്ളത്. നമുക്ക് അത്രയും പരിചിതമായ സ്ഥലം കുറച്ച് നാൾ നമ്മൾ വരാണ്ടിരിക്കുമ്പോൾ നമുക്ക് ഭയങ്കര എന്താ പറയണ്ടേ, തീരെ പരിചയമില്ലാതെ പോലെ. ആ സ്ഥലത്തേക്ക് നമുക്ക് ഒറ്റയ്ക്ക് പോകാൻ തന്നെ ഒരു ഇത് തോന്നുന്ന പോലെ, അങ്ങനെയാണ് എനിക്ക് തോന്നിയത്. കാരണം ഇന്ന് ഇവിടെ ഇറങ്ങിയാൽ എനിക്ക് എങ്ങോട്ടാണ് പോകേണ്ടത്, എവിടെയാണ് പോകേണ്ടതെന്ന് എനിക്ക് തിരിയില്ല. പണ്ടൊക്കെ നമ്മൾ ഇങ്ങനെ സ്ഥിരം വന്ന് ബസ് ഇറങ്ങുന്നതും ഇവിടുന്ന് ബസ് കയറുന്നതും ഒക്കെയുള്ള സ്ഥലമായിരുന്നു. ഇവിടെ PG ബേക്കറി, അതുപോലെ കുമാർ ബേക്കറി എന്നൊക്കെ പറഞ്ഞിട്ട് ബേക്കറി ഒക്കെ ഉണ്ടായിരുന്നു. അവിടുത്തെയൊക്കെ നമ്മളെ മസാല ബന്നില്ലേ, അതിനൊക്കെ വല്ലാതൊരു ടേസ്റ്റായിരുന്നു. അതിലിപ്പോൾ ഉണ്ടാവും, പക്ഷേ ആ ടേസ്റ്റോടെ കിട്ടുന്നുണ്ടോ എന്ന് അറിയുന്നില്ല. പിന്നെ എവിടെയും നമ്മൾ സ്റ്റോപ്പ് ചെയ്തില്ല. നമ്മളെ ലക്ഷ്യം നേരെ വീട്ടിലേക്കാണ്. വന്നിട്ടില്ലല്ലോ നമ്മൾ പെരളശ്ശേരി അമ്പലമെല്ലാം വരുമ്പോൾ ഇപ്പുറത്തോട്ടില്ലേ വരുന്നു. ചക്കരക്കല്ല് ആസ്പത്രി തന്നെയല്ലേ, ഇവിടെയൊക്കെയല്ലേ, തന്നെയല്ലേ അമ്മ? ചക്കരക്കല്ല് ആസ്പത്രി. ഇനി ഗോകുലം ഓഡിറ്റോറിയം. കല്യാണ മണ്ഡപം ഗോകുലം. ഈ സ്ഥലം ഇങ്ങനെ ഓർമ്മയുണ്ടാ? എടാ കൃത്യം പറ, അടയാ ഇവിടെ റേഷൻ പിടിയില്ലേനോ? ഉണ്ടല്ലേ? അല്ല. അപ്പോൾ നമ്മൾ ചക്കരക്കല്ലിൽ നിന്ന് എങ്ങോട്ടാണ് പോകുന്നതെന്ന് പറഞ്ഞില്ലല്ലോ. അപ്പോൾ നമ്മൾ പോകുന്നത് ചെമ്പിലോട് പഞ്ചായത്തിൽ ഇരുവേരി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പോൾ എൻ്റെ വീട് ഇരുവേരിയിലാണ്. അപ്പോൾ പക്ഷേ കുറച്ച് കാലം എനിക്ക് അവിടെ താമസിക്കേണ്ട ഭാഗ്യം ഉണ്ടായിട്ടുള്ളൂ. ഏറി വന്ന ഒരു 4 വർഷം. അപ്പോൾ അവിടെ അതിന് മുന്നേ അധികം താമസിക്കാൻ പറ്റിയില്ല, അതിന് ശേഷം അധികം താമസിക്കാൻ പറ്റിയില്ല. അതൊക്കെ ഒരു കഥയാണ്. അതൊക്കെ പിന്നെ ഒരു ദിവസം ഒരു വീഡിയോയിൽ പറയാം. അപ്പോൾ അങ്ങോട്ടേക്കാണ് ഇപ്പം പോകുന്നത്. ഇപ്പം തന്നെ പോകുന്നത് 5 വർഷത്തിന് ശേഷമാണ്.
ഒരു ചെറിയ ഗ്രാമപ്രദേശമാണ്. അപ്പോൾ ഇവിടെ പ്രസിദ്ധമായൊരു പുലിദേവ ക്ഷേത്രമുണ്ട്, ഇരുവേരി പുലിദേവ ക്ഷേത്രം. ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും അറിയെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഈ സ്ഥലവും ഈ എന്ന് പറയേണ്ട ഏരിയ ഒക്കെ ആർക്കെങ്കിലും അറിയെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തോ, നമ്മളും ഈ ഭാഗത്താണ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇനി ഏതാനും നിമിഷങ്ങൾക്കകം നമ്മളെ വീട്ടിലേക്ക് എത്തും. പക്ഷെ റോഡ് മോശമില്ലല്ലോ. പുലിദേവ ക്ഷേത്രത്തിന്റെ ബോർഡ്. പണ്ട് ഞാൻ ഇവിടെ താമസിക്കുന്ന സമയം ഈ റോഡൊന്നും ഇല്ല കേട്ടോ. നമ്മളെ വീട്ടിലേക്ക് ഇത്ര അടുത്ത് റോഡൊന്നും ഉണ്ടായിരുന്നില്ല, കുറച്ച് ദൂരെയായിരുന്നു. അപ്പോൾ വിനുവാട്ടൻ എന്നെ കാണാൻ വരുമ്പം ഈ വഴിയൊന്നുമല്ല വന്നിട്ടുണ്ടായത്. ആ വഴി ഞാൻ ഈ വീഡിയോൻ്റെ വേറൊരു ഭാഗത്ത് ഉൾപ്പെടുത്തുന്നുണ്ട് കേട്ടോ. നമ്മൾ വീട്ടിലെത്തിയതിന് ശേഷം ആ വഴിയൊക്കെ ഒന്ന് കറങ്ങിയിട്ട് വരുന്നുണ്ട്. കാരണം പൈങ്കിളിക്കും അധികം അറിയൊന്നുമില്ല. പിന്നെ ഞാനും കുറേയായി കണ്ടിട്ട്. അപ്പോൾ എങ്ങനെയാണ് എന്താണ് മാറ്റങ്ങളൊക്കെ എന്ന് കാണാൻ ഞാനും ആ വഴിയൊക്കെ ഒന്ന് പോയി നോക്കിയിട്ടുണ്ടായിരുന്നു. ഹലോ, എൻ്റെ മുകളിൽ അങ്കമ്പാടീൻ്റെ മുകളിൽ അവിടെ ഇരിക്കുന്നതാണില്ലേ. പൈങ്കിളിക്കിടെ വന്ന ഓർമ്മയുണ്ടാ? തീരെ ഓർമ്മയില്ല. നല്ല രോമുള്ള പൂച്ചാന്ന്. മതി നടച്ചിരിക്കുന്ന പോലെയുണ്ട്. നമ്മളെ വീട് കണ്ട പപ്പി മമ്മി ആദ്യമായിട്ട് കണ്ടുമുട്ടിയ സ്ഥലം. ചക്ക പറിക്കാൻ വന്നേ, തടിയൻ ചക്ക. ബേർഡ് അന്നേരം അവരെല്ലാം പോയി. വേണ്ട വേണ്ട അതൊന്നും വേണ്ട വേണ്ട. ഗ്രാൻഡ്മ ചക്ക എടുത്തു വന്നു. അപ്പോൾ നമ്മൾ വീട്ടിലെത്തി. അപ്പോൾ വീടിൻ്റെ ഉള്ളിലൊന്നും ഞാൻ കയറുന്നില്ല. കാരണം വീടിപ്പം വാടക കൊടുത്തിട്ടുള്ള കുറച്ച് വർഷങ്ങളായിട്ട് വാടകക്കാർ ഇങ്ങനെ മാറി മാറി വരുവാണ്. അപ്പോൾ ഇപ്പം വേറൊരു ഫാമിലിയാണ്. ഞാൻ അവരെ ആദ്യമായിട്ട് കാണുന്നതാണ്. അപ്പോൾ അമ്മയ്ക്ക് പരിചയമുള്ളൂ. ഇപ്പോൾ ഞങ്ങൾ പുറത്തുനിന്ന് പരിചയപ്പെട്ടു. അപ്പോൾ ഇതാണ് ചുറ്റുമുള്ള സ്ഥലം. മുഴുവനായിട്ട് കാട് പിടിച്ച് കിടക്കുവാണ്. മുമ്പേ അങ്ങനെയൊന്നും ആയിരുന്നില്ല. നമ്മളെല്ലാം താമസിക്കുന്ന സമയം ഇത്രയും കാടും കാര്യങ്ങളൊന്നുമില്ല. അടുത്തടുത്തുള്ള വീടൊക്കെ കാണുമായിരുന്നു. പക്ഷേ ഇപ്പോൾ എല്ലാം കാടിൻ്റെയും ഇതിൻ്റെയൊക്കെ മറങ്ങിയിട്ട് ചുറ്റുമുള്ള വീടൊക്കെ എന്ന് പറയുന്നത് ദൂരയിലായ പോലെയുണ്ട്. തേങ്ങ പൊറുക്കുന്നു. റായിലൊക്കെ തിരിഞ്ഞിട്ടില്ലാന്ന് തോന്നുന്നു അമ്മ കേട്ടാ. റായിൽ എന്നെ കണ്ടിട്ട് മൈൻഡ് ചെയ്യുന്നില്ലല്ലോ. ഉണ്ട്, തിരിഞ്ഞിട്ടില്ലാന്ന് തോന്നുന്നു. അപ്പോൾ ഞങ്ങളിന്ന് മെയിനായിട്ട് വന്നത് ചക്ക എടുക്കാനാണ്. ഇവിടുത്തെ ചക്കക്ക് ഭയങ്കര ടേസ്റ്റാണ്. ഈ ചക്ക ഇവിടെ എനിക്ക് കിട്ടാറുള്ളൂ. അല്ലാണ്ട് ചക്ക കിട്ടി ഞാൻ നാട്ടിൽ വന്നപ്പോൾ. പക്ഷേ ഈ ടേസ്റ്റുള്ള ചക്കയും ഇതിൻ്റെ ടേസ്റ്റൊക്കെ കുറഞ്ഞു പോയി. പണ്ടൊക്കെ നല്ല ടേസ്റ്റുള്ള ചക്കയായിരുന്നു. പക്ഷേ ഇത് കിട്ടിയാൽ വളരെ സന്തോഷം. അങ്ങനെ ചക്ക അമ്മ 2 ദിവസം മുമ്പേ പറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതെടുക്കാൻ വന്നതാണ് നമ്മൾ. ഇപ്പം ഞാൻ വീട്ടിൽ പോയിട്ട് വെള്ളം ചിലപ്പോൾ വെള്ളം ഇതായിട്ടുണ്ടല്ലേ. ചക്കനെ മാത്രം പിശാത്തി വേണ്ടി വന്നിട്ടില്ല അല്ലേ. തിന്ന് പിശാത്തി വേണ്ടി വന്നിട്ടില്ല. മധുരണ്ടാ കേറുന്ന ആരെയും കൂട്ടിയിട്ടാ വരണ്ടേരും അല്ലേ. ഞാൻ വീട്ടിലെത്തിയിരുന്നു.
അങ്ങോട്ട് വരാനില്ല അതുകൊണ്ട് ഞാൻ പിന്നെ ഇങ്ങോട്ട് വരാനില്ല. അല്ലേ എന്നെ കണ്ടിട്ടില്ല വരാൻ അങ്ങോട്ട്. ആ സത്യം പറഞ്ഞു. പിന്നെ സുഖല്ലേ? ഇവരൊക്കെ നമ്മളെ നെയ്ബേഴ്സാണ്. അപ്പോൾ കുറേ ആയിട്ടില്ലേ കാണാതെ, അപ്പോൾ എല്ലാവരും ഒന്ന് കാണാൻ വന്നതാണ്. നിങ്ങൾ ആദ്യം ശ്രദ്ധിച്ചിനോന്നറിയില്ല, അവർ പുയ്യാപ്ലാന്ന് വിളിക്കുന്നത്. കാരണം കണ്ണൂർ അങ്ങനെ ഒരു ഇതുണ്ട്, നമ്മളെ അടുത്തുള്ള കുട്ടികളെ കല്യാണം കഴിച്ച് വർഷങ്ങൾ കഴിഞ്ഞാലും അവർ പുയ്യാപ്ലാന്ന് തന്നെ വിളിക്കും. അപ്പോൾ വിനോട്ടൻ അവർ പുയ്യാപ്ലാന്നാണ് വിളിക്കുന്നത്. ആ പൂച്ചേനെ വേണ്ടു. ഓളെ ടാറ്റ പറയലൊന്ന് പിടിച്ചേ, ഒന്നും കൂടെ പറഞ്ഞേ നീ. ഇവളെ ഡ്രസ്സ് കണ്ടിട്ട് ഓർ ചോദിക്കുക, നീ ഈ ഡ്രസ്സ് ഇട്ടിട്ട് ഞാൻ വന്നിനി. അങ്ങനെ വാങ്ങാറ ഇതൊന്ന് പാൻറ്റത്തോടെ ഇത്ര ചെറിയ മുട്ട് വരെ ഡ്രസ്സ് ഇട്ടിട്ട് എന്നാലും പറയട്ടെ. അതിനാ ഞാൻ പറഞ്ഞ വല്ല ട്രൗസറായിട്ട് ഇട്ട് ഇവള് വന്നിട്ടുണ്ട്. അങ്ങനെ അയൽവാസികളൊക്കെ ഒന്ന് കണ്ട് കുറച്ച് വർത്താനമൊക്കെ പറഞ്ഞ്, അപ്പോൾ അവർ പൈങ്കിളിനെ കണ്ടിട്ട് അവർ നാട്ടിൻപുറത്തുകാരല്ല, ഇത്ര ചെറിയ ഡ്രസ്സൊന്നും പൊതുവെ ഇട്ടിട്ട് അധികം ആരും കാണാറില്ലല്ലോ. അപ്പോൾ പൈങ്കിളിൻ്റെ ഡ്രസ്സിനെയൊക്കെ പറയുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ വിനുവാട്ടൻ മുടി വളർത്തിയതിനൊക്കെ, കാരണം വിനുവാട്ടൻ മുമ്പേ മുടിയും താടിയൊന്നും ഇല്ലാതല്ലേ. ഇപ്പം അങ്ങനെ ഒരു മാറ്റം കണ്ടപ്പോൾ അവരും ചോദിക്കുക എന്താ ഇങ്ങനെയാണൊക്കെ ഉള്ളത്. എനിക്ക് ഇഷ്ടപ്പെടുന്ന ചക്ക അമ്മ കണ്ടിട്ടില്ലോളി തേങ്ങ. അപ്പോൾ ഞാൻ പറഞ്ഞ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് തേങ്ങ പൊറുക്കണ്ടിക്കല് നല്ല പാടല്ലേ. അമ്മയും റായിലിയും കൂടിയിട്ടാണ് പൊറുക്കുക. ഓളാ അമ്മേൻ്റെ ഹെൽപ്പർ. നിങ്ങളെ മുടിയോ ഇവിടെ പാൻറ് ഇടാത്തത് വന്ന് അവർ നോട്ട് ചെയ്ത് എന്നോടാ ചോദിക്കുന്നത്, നിങ്ങളെങ്ങനെ മുടി, ഞാൻ എങ്ങനെ മുടി കെട്ടാൻ വിട്ടു നിങ്ങളാന്ന്. അങ്ങനെ ഇതൊന്നും ഇല്ല. പക്ഷെ അകംവാടിയാ അകംവാടി ഇപ്പം മതി ഇതിലൂട്ട. ഞാൻ ഇങ്ങനത്തെ പാലും അല്ലല്ലോ ഇങ്ങനത്തെ പാലല്ലോ നേരം അല്ല, ഇത് കുറച്ച് നീളത്തിലുള്ള വലിയ. ആ കണ്ട, പിന്നെ ഇത് കെട്ടി കെട്ടി ഇങ്ങോട്ടാക്കി അല്ലേ. പണ്ട് ഇത്രയും തോട്. ഞാൻ അങ്ങ് പോയ ആടെയും വലിയൊരു തോടുണ്ട്, അലക്കാനെല്ലാം പറ്റില്ല ഓൾക്ക്. നിങ്ങൾ തെളിഞ്ഞ വെള്ളം കണ്ട കുടിച്ചോ? ആ തോട് കണ്ടിരിക്കാൻ പറ്റുമോ? മറ്റേ പല്ല് വേനക്കെല്ലാം കണ്ട് അയ്യേ അത് കടിച്ചു പിടിച്ചാൽ ഇതെല്ലാം പണ്ട് ഭയങ്കര വഴിയാണ്. ഇപ്പം കണ്ട ഒരാൾക്ക് നടക്കേണ്ട മാത്രം. ആരെയോ വീട്ടിലേക്കാവുന്നു വയലിൽ പപ്പിയിലൂട്ടിയാ വന്നേ അല്ലേ. ഇതിലൂടെ വന്നേ എത്ര ദൂരം സഞ്ചരിച്ചിട്ടാണ്. നല്ല പൂ, നല്ല രസമുണ്ട് കാണേ. ആദ്യമായിട്ട് കാണുന്നില്ലല്ലോ ഓണത്തിന്. നിനക്ക് മരപ്പൂവാ എന്ത് മരപ്പൂ? ഇനി ഇതെന്നാ പറയുന്നു, ഇനി നല്ല പേരുണ്ട്. ഒരു മിനിറ്റ്, എനിക്ക് ഈ നാട് ഇഷ്ടപ്പെട്ടോ? ഇല്ലേ, പൂവെല്ലാം പറിച്ച് കൊണ്ടുപോയാൽ മതി. പൂ മാത്രം ഇഷ്ടമായിട്ടില്ലോ? ഇതിനെന്താ ആരൊക്കെ കിട്ടുന്നില്ലല്ലോ. അല്ല ഈ പൂവിനെന്തോ പറയേനു. ഇതിൻ്റെ വെള്ളിയും ഇല്ലേ? ഇതിപ്പോൾ ആരെയും കണ്ടിട്ട് എനിക്ക് ചീത്ത കിട്ടും കേട്ടോ. മമ്മി പിടിക്ക്. ഓണത്തിൽ പറിക്കാൻ വെച്ച പൂവായിരിക്കും. ആ അതന്നെ, ഓടപ്പൂവ അല്ല, ഓടല്ല, സോറി, എന്തോ പറയൂ. ഗ്രാൻഡ് ഇപ്പം പറഞ്ഞുതരും. മമ്മിയും കിട്ടാണ്ടായി. എന്താ ഇടയെല്ലാം ഉണ്ട്. ഇങ്ങനത്തെ പൂ ഇപ്പം കാണൽ കുറവല്ലേ. അതാന്ന് പറഞ്ഞ ഗ്രാമത്തിൽ വരണം. എൻ്റെ ഗ്രാമം. പിന്നെ നീ ഇത്ര ദിവസം നാട്ടിൽ വന്നിട്ട് ഈ പൂവെല്ലാം കണ്ടിനാ? അത് കണ്ടിന്. ചെക്കിയെല്ലാം അറിയുന്നുണ്ടാവും. ഇതിൻ്റെ മുകളിൽ എന്തോ പൂ ഉണ്ടാവും. ഞാൻ ഈ വലിയ ഇതിൻ്റെ മുകളിൽ
ഇതാണ് തോട്. വാഴയിലപ്പൊലി പക്ഷേ തോടെല്ലാം ചെറുതായ പോലെ ഉണ്ട് കേട്ടോ ഇപ്പോൾ. മമ്മി വലുതായോണ്ടത്. മമ്മി വലുതായാലും ഇതെന്ത് വലിയ തോടേനു, ഇവിടെ തമ്പരില്ല പോലെ ഉണ്ടേനു. ഇത് കുഞ്ഞിയായി. പണ്ട് നിങ്ങൾ വരുമ്പോൾ ഇത്ര ചെറുതൊന്നല്ലല്ലോ ഇത്. വഴി ഇങ്ങനെ വഴിയില്ല. ആ വഴിയുണ്ട്, ഇതിലൂടെ ഇറങ്ങേണ്ട വഴിയുണ്ട്. പക്ഷെ തോടില്ലേ ഇങ്ങനെ ഇത്തിരി ആയിട്ടുണ്ടേനും. വീട് നമ്മൾ അലക്കലുണ്ടേനും പണ്ട്, അലക്കാൻ വരുന്ന തോട്. ഇപ്പം കുഞ്ഞി. പക്ഷെ അന്നേരം ആ പാലം വലുതായ പോലെയും തോന്നുന്നു. അത് റോഡായി മാറിയും തോന്നുന്നു. ഇത് റോഡായി, അതുകൊണ്ട് അതല്ലെങ്കിൽ ചെറിയ രണ്ടാറ്റുള്ള പാലായിരുന്നെന്ന് എൻ്റെ ഒരു ഓർമ്മ. എനിക്ക് പോകാൻ തോന്നില്ല. എന്താണ് നിങ്ങളെന്തിനാ വിളിക്കാൻ നോക്കിയാ? നാടിൻ്റെ ഭംഗി കാണിച്ചു കൊടുക്കാൻ. ഓളും അതിൽ അന്ന് ഓളുണ്ടായി. അന്ന് വരുമ്പോൾ ഉണ്ടായിനാ നമ്മൾ എൻ്റെ ഡ്രസ്സിൻ്റെ ഉള്ളിൽ എന്തോ കയറി എന്തോ ഇരിക്കുന്ന പോലെ. പടീൻ്റെ പൂവായിരിക്കും. ഇതൊക്കെ ഇഷ്ടപ്പെട്ടിനെ. കാറ് കാണാം എനിക്ക്. കണ്ടിനാ വലയിട്ടോണ്ട് വെള്ളമൊന്നും കാണില്ല. കാണുന്നുണ്ടല്ലോ, ക്യാമറയിൽ തിരിഞ്ഞില്ല. അങ്ങോട്ട് പോവാ. പിന്നെ വന്ന 2 വീടുകൾ. ജാമ്പക്കല്ല, ബിലിമ്പിയ. ഇത് വേണം അങ്ങനെ പറയാ. ഇനി വേറെ എന്തോ സാധ്യല്ല അങ്ങനത്തെ പേരില്ല. കിട്ടുന്നില്ല, ഗൂഗിളിനോട് ചോദിക്കേണ്ടി വരും. ഗ്രാൻഡ്മ വന്നാൽ പറഞ്ഞുതരും. ഗ്രാൻഡ്മക്കറിയാം. നമുക്കെല്ലാം മറവി ബാധിച്ച്. ഇത് നമ്മളെല്ലാവരും പണ്ട് ഉണ്ടായിട്ടില്ല. ഇത് പിന്നെ വന്ന സാധനം ബുംബ്ലിം അങ്ങനെ ഇനി പറയൂ. നീ വെറുതെ പറയുന്നല്ലേ. ബിലിമ്പി, നമ്മുടെ നാട്ടിൽ ബില്ലിമ്പി. ഞാൻ പക്ഷെ ആദ്യമായിട്ട് ഇവിടെ ഇങ്ങനെ കാണുന്നത്. മൂസല്ല, ഞാൻ പറഞ്ഞുതരാം. ഈ ലീഫ് അറിയാം. ഇവിടെ കണ്ടോ ലീഫ്? ഇത് കണ്ടാണേ കണ്ടു. ഈ ലീഫ് കണ്ടോ? ഇതാണ് ശീബൂതി. ഓണം കഴിഞ്ഞാൽ മകംബരി ഇടുന്ന അല്ല, വലിയ മാളവും ഉണ്ടാകും. മാളം ക്യാമറയിൽ പതിയില്ല. പക്ഷെ മാളം കാണുമ്പോൾ എനിക്ക് പേടിയാവും. ഇതാ കൈതച്ചക്കൻ്റെ അലോവരയല്ല, അത് കൈതച്ചക്കൻ്റെ ചെടിയാണ്. പൈനാപ്പിൾ ചെടി. ചോദിക്കട്ടെ. നിങ്ങൾ ഈ പൂവിൻ്റെ പേര് പറഞ്ഞാൽ ഞാൻ മറന്നുപോയി. പക്ഷെ എല്ലാവരും ഇനി പേകോടാന്നൊന്നായിരിക്കൂല പറയാ. മരപ്പൂ. അതാണ് ഇവളിപ്പം മരപ്പൂ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എനിക്ക് മനസ്സിലായില്ല. അതുകൊണ്ട് വന്ന സ്ഥിതിക്ക് അമ്മ തേങ്ങയും കൂടി. അപ്പൊ കേടാ വെറുതെ തുള്ളി. ചക്കക്കുരു ഉപ്പിലേക്ക് കെട്ടിയിട്ട് ചക്കക്കുരു പ്രാധാന്യമുള്ളതല്ലേ. അപ്പോൾ സ്ഥലം വിടാം. അപ്പോൾ ശരി എന്നാല്. അങ്ങനെ ഞങ്ങളെ വീടും നാടൊക്കെ ചെറിയ തോതിൽ നിങ്ങൾക്കൊന്ന് കാണിച്ചു തന്ന്. അതുപോലെ തന്നെ ഈ അംഗൻവാടിയൊന്നും അന്നേരം ഉണ്ടായിരുന്നില്ല കേട്ടോ. ഈ അംഗൻവാടി വന്നേരാണ് ഈ വഴി റോഡൊക്കെ വന്നത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീടും അയൽവാസികളെയും ഈ നാടൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരെയും ഒന്ന് പരിചയപ്പെടുത്താൻ പറ്റിയതിൽ എനിക്കും സന്തോഷം. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.
അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബായ്.